ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാതത്തിൽ വീണ്ടും ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ ദൈവ കർത്താവ് ഇടയാക്കിയ വലിയ ദയക്കായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ഔട്ട്ലൈനും ചിന്തകളും അദ്ദേഹം പങ്കുവച്ചുവല്ലോ. ഇന്നലെ നമ്മൾ ഇതിനെ ഒന്നാം അധ്യായത്തിലെ ചിന്തകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനോട് കണക്ട് ചെയ്ത് തന്നെ ചില കാര്യങ്ങൾ പറയാനായിട്ട് കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുന്നു. ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല, മനുഷ്യരോട് പ്രാപിച്ചിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല എന്നുള്ള ഒരു കാര്യമാണ് പൗലോസ് ഇന്നലെ അത് തൻ്റെ പല അനുഭവങ്ങളിലൂടെ. കാരണം മറ്റുള്ളവരുടെ അടുത്ത് പോയി പഠിക്കാനോ മറ്റുള്ളവരിൽ നിന്ന് പ്രാപിക്കാനോ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടില്ല. സഭയെ ഉപദ്രവിച്ച് സഭയെ അതിൽ വിശ്വാസികളെ പിടിച്ചുകെട്ടി കൊണ്ടുപോകാനൊക്കെയുള്ള അധികാരപത്രത്തോടുകൂടെ ദമസ്കോസിലേക്ക് താൻ വരുന്ന സമയത്ത് അവിടെ വെച്ച് കർത്താവ് തന്നെ സന്ധിക്കുകയും അങ്ങനെ തൻ്റെ ജീവിതത്തിലുള്ള വലിയൊരു രൂപാന്തരം ഉണ്ടായി. അതിനുശേഷം അറബിയിലേക്ക് പോവുകയും 3 ആണ്ട് കഴിഞ്ഞിട്ട് യെരുശലേമിലേക്ക് പോയി കേഫാവിനെയും യാക്കോബിനെയും ഒക്കെ പരിചയപ്പെട്ട കാര്യവും അങ്ങനെ മാനുഷികമായിട്ട് ഏതെങ്കിലും നിലയിൽ ഇത് പ്രാപിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇന്നത്തെ സന്ദേശം, നാളത്തെ സന്ദേശം ഇങ്ങനെയാണ് എന്ന് അതിനെ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു അനുഭവം വന്നിട്ടില്ല. കർത്താവിങ്കിൽ നിന്ന് ഞാൻ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. അത് മറ്റുള്ള ദൈവഭക്തന്മാരുടെ അവരോട് വിവരിക്കുകയും നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്ത് കാണുന്നതാണ്. അപ്പോൾ ഈ വെളിപ്പാടിനാൽ പ്രാപിച്ച സുവിശേഷം അത് പ്രമാണികളായ വ്യക്തികൾ അതിന് കൂട്ടായ്മ നൽകുകയും അത് അങ്ങനെ തന്നെയാണെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തതല്ലാതെ അത് ഇന്നതുപോലെ മാറ്റണം എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സത്യമാണ് ഇന്നലെ പൗലോസ് 1-ാം അധ്യായത്തിൽ തൻ്റെ അനുഭവമായിട്ട് പറയുന്നതായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്തും നമ്മൾ കാണുന്നതായിട്ടുള്ള ചിന്തകൾ അതിനോട് വളരെ സമാനമായ നിലയിലുള്ള ചിന്തകളാണ് നമ്മൾ കാണാനിടയായിത്തീരുന്നത്. 14 ആണ്ട് കഴിഞ്ഞിട്ട് ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി എന്ന് നമ്മൾ കാണുകയാണ്. അത് എന്തിനാണ് ഞാൻ പോയത്? 2-ാം വാക്യം, ഞാൻ വെളിപ്പാടനുസരിച്ചത്രേ പോയത്, ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ, വെറുതെ എന്ന് വരാതിരിപ്പാൻ തക്കവണ്ണം ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുക സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുക. എൻ്റെ കൂടെയുള്ള അത്. അപ്പോൾ ഇതിന് കാരണമായേക്കാവുന്ന സംഗതി ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യഹൂദയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങൾ മോശെ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെപ്പറ്റി യെരുശലേമിലെ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണം എന്ന് നിശ്ചയിച്ചു. അത് കർത്താവിൻ്റെ ദാസൻ ഓൾറെഡി ഈ സംഭവം പറഞ്ഞു. അപ്പം ഇങ്ങനെയാണ് ആ തർക്കം ഉടലെടുക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. യെരുശലേം പൗലോസ് സുവിശേഷം അറിയിച്ച സ്ഥലങ്ങളിൽ യഹൂദയിൽ നിന്ന് വന്ന ചില ആൾക്കാർ അവര് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു എന്നുള്ളിടത്താണ് പ്രശ്നം തുടങ്ങുന്നത്. അത് തന്നെയാണ് ഈ ഗലാത്യ സഭയിലെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ച് പൗലോസ് പ്രസംഗിച്ച സുവിശേഷം അനുസരിച്ച് വിശ്വാസത്താൽ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പ്രാണൻ തന്നു. അവൻ നമുക്ക് പകരമായിട്ട് ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, നമുക്ക് വേണ്ടി ജീവിക്കുന്നു. കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനങ്ങളിൽ വിശ്വസിച്ച് ഒരു വ്യക്തി ദൈവ പൈതലായിട്ട് തീർന്ന് ആ ക്രിസ്തു ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത്, ദൈവത്തിൻ്റെ പൈതലായിട്ട് തീരുന്നത്. അല്ലാതെ മനുഷ്യൻ്റെ ഒരു പ്രവൃത്തി നിമിത്തവും അല്ല എന്നുള്ളത് പൗലോസ് വ്യക്തമാക്കുന്നത് നമുക്ക് കാണാനായിട്ട്. പൗലോസിന്റെ സുവിശേഷ പ്രസംഗങ്ങൾ നമ്മൾ അപ്പോസ്തല പ്രവർത്തികളിൽ എടുത്ത് നോക്കിയാൽ തന്നെ ഈ കൊന്യ, ലുസ്ത്ര, മറ്റു പല സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങളുടെ ചില സാമ്പിൾസ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കെടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്തിരുന്നതായിട്ടുള്ള ആ മശിഹ, ആ ക്രിസ്തു ആണ് യേശു അല്ലെങ്കിൽ യേശു ക്രിസ്തു. അവനിൽ നമ്മൾ വിശ്വസിക്കണം എന്നുള്ള അതായിരുന്നു
അവരോട് പ്രസംഗിച്ചതായിട്ടുള്ള മർമ്മം എന്ന് നമുക്കറിയാനായിട്ട് കഴിയും. എന്നാൽ അതിന് വിരോധമായിട്ട് ചില കർമ്മങ്ങളും കൂടെ ആചാരങ്ങളും കൂടെ ചെയ്താൽ മാത്രമേ രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുകയും അങ്ങനെ പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഒരു മെസ്സേജിനെ നഖശിഖാന്തം പൗലോസ്ലിഹ എതിർക്കുകയും എന്ന് മാത്രമല്ല, ഒരു അല്പം പോലും അതിന് ഒരു ഇടം കൊടുക്കാനായിട്ട് പൗലോസ് സമ്മതിച്ചില്ല. വളരെ കർക്കശമായിട്ട് അതിനോട് ഡീൽ ചെയ്യുന്നതാണ് നമുക്ക് ഈ ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള വിഷയം. ഒരു നാഴിക പോലും, ഒരു അല്പം പോലും അതിനോട് അത് വകവെച്ച് കൊടുക്കാതെ പൂർണ്ണമായിട്ട്, നമുക്കറിയാമല്ലോ ഇപ്പോൾ വേറൊരു നിലയിലായിരുന്നു എങ്കിൽ, ഞാൻ ഇന്നലെ നമ്മൾ ചിന്തിച്ച പോലെ കുഴപ്പമില്ല, ആവശ്യമുള്ളവർ അതും ചെയ്തോട്ടെ, പ്രശ്നമൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞ് ഇങ്ങനെ വിടാവുന്ന ഒരു പ്രശ്നം ആയിട്ട് ഒരുപക്ഷെ ബാഹ്യമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നാം. എന്നാൽ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ രണ്ട് ഉപദേശങ്ങളും പരസ്പരം കോൺട്രഡിക്റ്റ് ചെയ്യുന്ന നിലയിൽ, ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത നിലയിലുള്ള രണ്ട് ഉപദേശങ്ങളാണ് എന്ന് നമുക്കറിയാം. ഒന്ന് മനുഷ്യന്റെ ശക്തിയിൽ വിശ്വസിക്കുകയും മനുഷ്യന്റെ ശക്തിയിൽ ആശ്രയിക്കുകയും മനുഷ്യന് നീതി ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവുണ്ട് എന്നുള്ള അടിസ്ഥാനപരമായ ചിന്തയിൽ അടിസ്ഥാനപ്പെട്ടതും, മറ്റൊന്ന് മനുഷ്യന് മുഴുവനായും പാപിയാണ്, അവനിൽ തന്നെ ഒരു നന്മയുമില്ല, സൗജന്യമായുള്ള കാൽവരി ക്രൂശിലെ ആ സൗജന്യമായ നീതീകരണത്തിൽ വിശ്വസിക്കുകയല്ലാതെ അവന് വേറെ വഴിയില്ല എന്ന് തെളിയിക്കുന്നതുമാണ്, അല്ലെങ്കിൽ ആ നിലയിലുള്ള അപ്രോച്ചാണ് സുവിശേഷത്തിനുള്ളത്. അപ്പോൾ ഒന്ന് മനുഷ്യന്റെ കഴിവിൽ വിശ്വസിക്കുകയും ഒന്ന് മനുഷ്യന്റെ കഴിവില്ലായ്മ ഏറ്റുപറയുകയും ചെയ്യുന്ന നിലയിൽ പോകുന്ന ഈ കാര്യങ്ങൾ എങ്ങനെ ഒരുമിച്ച് പോകും? അത് ഒരിക്കലും ഒരുമിച്ച് പോകാനായിട്ട് കഴിയത്തില്ല എന്നുള്ള സത്യം പൗലോസ് അവിടെ വെളിപ്പെടുത്തുകയും, അതുകൊണ്ട് ഏതെങ്കിലും നിലയിൽ, ചെറിയ നിലയിലുള്ള ഒരു കോംപ്രമൈസിനെങ്കിലും ഈ വിശ്വാസത്താലുള്ള രക്ഷ എന്നതിനോട് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനോ ഒരു കാരണവശാലും സാധ്യമല്ല എന്നുള്ള ഒരു സന്ദേശമാണ് പൗലോസ്ലിഹ അവിടെ വെളിപ്പെടുത്തുന്നതെന്ന് നമുക്കറിയാം. ഒരു കോംപ്രമൈസും ഇല്ല ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ. ക്രിസ്തു കാൽവരി ക്രൂശിൽ നിവർത്തിച്ച തൻ്റെ രക്ഷണ്യ വേലയിൽ അല്ലാതെ വേറെ എങ്ങും മനുഷ്യന്റെ രക്ഷ അടിസ്ഥാനപ്പെട്ടിട്ടില്ല. വേറെ ഒന്നിലും മനുഷ്യന്റെ രക്ഷ മനുഷ്യന്റെ സ്വന്തം പ്രവൃത്തിയിൽ എങ്ങും അത് ആശ്രയിച്ചിട്ടില്ല. അത് ആവശ്യവുമില്ല എന്നുള്ള സത്യം വളരെ ശക്തമായിട്ട് പ്രസംഗിക്കാനായിട്ടും ആ മെസ്സേജിനോട് കൂട്ടാനോ കുറയ്ക്കാനോ പൗലോസ് തയ്യാറായില്ല എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അപ്പോൾ തന്നെ വളരെ നമ്മൾ ഈ രായ്ക്ക് രാമായണം എന്നൊക്കെ പറയുന്ന പോലെ അവരെ വന്ന് അങ്ങനെ പറഞ്ഞു. ജെറുസലേമിൽ ചില ആൾക്കാർ അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഒക്കെ ഉണ്ടായി. അങ്ങനെ അപ്പോൾ തന്നെ ഇവരെയും ആ തീത്തോസിനെയും ബർണബാസിനെയും വിളിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ ഇപ്പോൾ പഠനത്തിന്റെ ഭാഗമല്ല, ഒരുപക്ഷെ അപ്പോസ്തല പ്രവർത്തികളൊക്കെ നമുക്ക് പഠിക്കാനിടയാകുമ്പോൾ നമുക്ക് ഈ ബർണബാസിനെ പറ്റി നമ്മൾ വളരെ കാണുകയും ചിന്തിക്കുകയും, ഇതുപോലുള്ള ഒരു ക്രിസ്തീയ സഹോദരങ്ങൾ എത്രയോ പേര് ഈ സമയങ്ങളിൽ ക്രിസ്തീയ സഭയിൽ ഉണ്ടാവേണ്ടതാണ്. കാരണം പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും അമിക്കബിളായിട്ട്, അല്ലെങ്കിൽ അത് ഒരു ചെറിയ തലത്തിൽ തന്നെ അടിസ്ഥാനപരമായ രീതിയിൽ തന്നെ അത് പറഞ്ഞു തീർക്കേണ്ട വിഷയങ്ങളാണ്. പലപ്പോഴും അത് പർവ്വതീകരിക്കപ്പെട്ട് വലുതായിട്ട് മറ്റു പലരിലേക്കും അത് വ്യാപിച്ച്, നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ഒരു കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അതിനാൽ അനേകർ മലിനപ്പെടുകയും എന്ന് ചെയ്യുന്നത് പോലൊക്കെ പല ലെവലിലേക്ക് പോകുന്നതിന്റെ ഒരു കാരണം ഈ ബർണബാസിനെ പോലുള്ള സഹോദരങ്ങൾ ഇന്ന് വളരെ കുറവാണെന്നുള്ളത്. ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്നാൽ ഇത് എന്താണ് ഈ പ്രശ്നം? പലതും നമുക്കറിയാമല്ലോ, വ്യക്തിത്വ പ്രശ്നങ്ങളിലൊക്കെ അടിസ്ഥാനപ്പെട്ടിട്ട പല പുതിയ ഉപദേശങ്ങളും ഉണ്ടാവുന്നതെന്നൊക്കെ നമുക്കറിയാം. പല ഇന്ന് കാണപ്പെടുന്ന ക്രിസ്തീയമല്ലാത്ത ക്രിസ്തീയ ഉപദേശത്തിന് വിരോധമായിട്ട് നിൽക്കുന്ന പല ഉപദേശങ്ങളും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതൊന്നും അടിസ്ഥാനപരമായിട്ട് ക്രിസ്തുവിനോടുള്ള സുവിശേഷത്തോടുള്ള ഒരു വിരോധം കൊണ്ട് മാത്രമല്ല, മറിച്ച് മറ്റു പല കാരണങ്ങളും കൊണ്ട് കൂടെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറയാനും, തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിപ്പോയി എന്ന് സിമ്പിളായിട്ട് പറഞ്ഞ് തീർക്കാവുന്ന ഒരു വിഷയത്തെയാണ് പലപ്പോഴും വലിച്ചു നീട്ടി വേറൊരു നിലയിലൊക്കെ കൊണ്ടുവന്ന് അതിനെ ആക്കി തീർക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബർണബാസിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രത്യേകം അപ്പോസ്തല പ്രവർത്തികളിലുമൊക്കെ എടുത്തു പഠിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് പറഞ്ഞ് ഞാൻ അതിനെ അവിടെ വിടുകയാണ് ചെയ്യുന്നത്. കാരണം
പിന്നെ അവിടെ തീത്തോസിനെയും വിളിച്ചുകൊണ്ട് പോവുക. നമുക്കറിയാമല്ലോ തീത്തോസ് ഒരു യവനനായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, പരിച്ഛേദന ഏൽക്കാത്തവനാണെന്നും എഴുതിയിട്ടുണ്ട്. എന്നാൽ സധൈര്യം പൗലോസ് അവനെയും വിളിച്ചുകൊണ്ട് പോവുക. നമുക്കറിയാമല്ലോ 1-ാം നൂറ്റാണ്ടിൽ അത്യാവശ്യം സാമ്പത്തികമായിട്ടും മറ്റു നിലവാരങ്ങളിലും ഒക്കെ ഒരു സ്റ്റാൻഡിങ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു തീത്തോസ് എന്ന് തുടർന്നുള്ള പുതിയ നിയമ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ തീത്തോസിനെ അത്ര ധൈര്യമായിട്ട്, അപ്പൊ നമുക്കറിയാം അവിടെ ചെന്നാൽ യഹൂദന്മാരുടെ അടുത്തേക്കാ പോകുന്നത്. അവര് ഒരുപക്ഷെ വെൽക്കം ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഈ ചില ദുരുപദേശങ്ങൾ പരക്കുന്നത് ഒഫീഷ്യലായിട്ടല്ല, അൺഒഫീഷ്യലായിട്ടാ. പണ്ട് നമ്മൾ ഒരു പരസ്യത്തിൽ കണ്ടിരുന്നു, നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ് എന്ന് പറയുന്ന പോലെ പല സംഗതിയും ഒഫീഷ്യൽ അല്ല. നമുക്കറിയാം നമ്മുടെ ഇടയിലുള്ള, നമ്മളും ഇതുപോലുള്ള പല സംഗതികൾ ഇന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അൺഒഫീഷ്യലായിട്ട് പല ധാരണകളും നമ്മുടെ ഇടയിലുണ്ട്. അത് ഒരുപക്ഷെ ഉച്ചസ്ഥരം ഘോഷിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ പുറമേ നമ്മൾ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണെങ്കിൽ തന്നെ പലപ്പോഴും ഇതുപോലുള്ള ചില ധാരണകൾ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം ഇവര് അന്ന് വളരെ ധൈര്യപൂർവ്വം പരിച്ഛേദന ഏൽക്കണമെന്ന് പ്രസംഗിച്ചിരുന്നു. എന്നാൽ തന്നെ ആ യഹൂദന്മാരുടെ പശ്ചാത്തലം അനുസരിച്ച് പുറജാതിയിൽ നിന്നോ മറ്റുള്ള നിലകളിൽ നിന്നോ ചില വ്യക്തികൾ കടന്നു വരുമ്പോൾ അവിടെ ചില വേർകൃത്യങ്ങളൊക്കെ കാണിക്കാനും ഒക്കെ അത് പലപ്പോഴും ഇടയായിട്ടുണ്ട്. ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ ചില പ്രത്യേക രീതികളുണ്ട്. എന്ന് വെച്ചാൽ ഈ ഗ്രാമീണ പ്രദേശത്താ, അല്ലാതെ പുറത്തോട്ട് വരുമ്പോൾ ഇല്ല. ഞാൻ ഒരിക്കലും ഒരു കല്യാണത്തിന് കടന്നുപോയി. അപ്പം നേരത്തെ എന്നാൽ പിന്നെ അവർ കാര്യമായിട്ട് വന്ന് വിളിച്ചതല്ലേ, നേരത്തെ കടന്നുപോയി ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വെച്ച് പോയതാ. എന്നാൽ അവർക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, അവരുടെ ജാതിയിൽപ്പെട്ട ആൾക്കാരെല്ലാം ഭക്ഷണം കഴിച്ചതിന് ശേഷമേ മറ്റുള്ള ജാതിയിലോ മറ്റുള്ള ഇതിലോ പെട്ട ആൾക്കാരെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു, ആരോ എന്നോട് വന്ന് സംസാരിക്കും, ആദ്യത്തെ പന്തിയിൽ ഇരിക്കാന്ന് വെച്ചാൽ സാറേ തിരക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ അവര് തന്നെ എന്നെ ഡീൽ ചെയ്യാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഇത് വന്നപ്പോഴും അയാൾ പറയാം, സാറേ ഇപ്പോഴും തിരക്കാം, പോകണ്ട പിന്നെ പോകാം. അപ്പോഴാണ് എനിക്ക് ഗുട്ടൻസ് മനസ്സിലായത്, ഇവരുടെ ഈ രണ്ടാമത്തേലോ മൂന്നാമത്തേലോ അവരുടെ ആ ജാതിയിലോ ആ പ്രത്യേക ഇതിൽപ്പെട്ട ആൾക്കാർ തീരുന്നത് വരെ വേറൊരു വ്യക്തികൾക്ക് അവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം അതിനെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നിലയിൽ ഒരു സംസ്കാര സമ്പന്നനും വിദ്യാഭ്യാസമുള്ളതായിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് എന്നെ അവിടെ സംസാരിപ്പിച്ച് എന്നെ എൻഗേജ് ആക്കി നിർത്താനും അവരവിടെ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായപ്പോൾ എത്രമാത്രം സട്ടിലായിട്ട് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഓർത്ത് എനിക്ക് ചിരി വന്നിട്ടുണ്ട്. കാരണം അവർക്ക് അവരുടെ ആ ആചാരങ്ങളോ ഇതോ ഉപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പ്രായമുള്ള ആൾക്കാർ അവരോട് കോപിക്കുകയും നിങ്ങൾ എന്താ ഇത് ചെയ്തതെന്ന് പറഞ്ഞ് അവിടുന്ന് അവർ ഇറങ്ങിപ്പോവുകയും ചെയ്യും. എന്ന് പറഞ്ഞതുപോലെയാണ് പല ഉച്ചനീചത്വങ്ങളും പുറത്തു പറയുന്നില്ലെങ്കിൽ തന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ അത് ഇരിക്കുകയും അത് ഉള്ളവര് പരസ്പരം അത് കൺവേ ചെയ്യുകയും ആ നിലയിൽ തന്നെ പെരുമാറി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കാര്യങ്ങൾ പോകുന്ന ഒരു നിലവാരം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ സംഗതി ഇത് ഇവിടെ യെരൂശലേമിൽ ചെന്നു, തീത്തോസ് ചെന്നു, രക്ഷിക്കപ്പെട്ടവരായ എല്ലാവരും ആ പ്രൈസ് ദി ലോർഡ് ബ്രദർ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, വിശുദ്ധ ചുംബനമൊക്കെ കൊടുത്തു കാണും. കൊടുത്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല, വിശുദ്ധ ചുംബനമൊക്കെ കൊടുത്ത് ഇരുത്തി കാണും. എന്നാൽ ചില കണ്ണിന്റെ ഭാഷയിൽ ചില ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ചില ഗോഷ്ഠികളൊക്കെ ചില സൈലന്റ് മെസ്സേജസ് ഇതാകുന്നുണ്ട്. ഇവൻ മറ്റേ എവിടുന്ന് വന്നവനാ, രക്ഷിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ പരിച്ഛേദനയേറ്റില്ല, രക്ഷിക്കപ്പെട്ടോ എന്നുള്ളതല്ല വിഷയം, രക്ഷിക്കപ്പെട്ടവനാണ് എന്ന് പൗലോസ് ആണയിട്ട് പറയുന്നുണ്ട്. അവനെപ്പറ്റി പുതിയൊരു ഗസ്റ്റിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ മറ്റുള്ളവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പോലെ ഇന്നാളെ അറിയത്തില്ല, ഇതാ തീത്തോസായൻ ഇന്നടത്തുനിന്ന് വന്നേക്കുന്നു, ഇന്ന ആളാണ്, അദ്ദേഹം അവിടെ അറിയപ്പെടുന്ന ആളാണ്, സുവിശേഷത്തിന് വേണ്ട ഉദവിയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ചിലരുടെ നെറ്റി ഉള്ളിൽ ചുളിയുന്നുണ്ട്. ഈ പരിച്ഛേദന ഏൽക്കാത്തവനെയും കൊണ്ട് ഇങ്ങോട്ട് വരണമായിരുന്നോ, ഈ കൂട്ടത്തിൽ കൊണ്ടുവരണമായിരുന്നോ, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പരസ്പരം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്ന് നമുക്ക് കാണാനായിട്ട്. അവിടെ പ്രത്യേകം ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, തീത്തോസ് യവനനെങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ അവരെ ആരും നിർബന്ധിച്ചില്ല, പരസ്യമായി നിർബന്ധിച്ചില്ല. എന്നിട്ട് അവിടെ പറഞ്ഞേക്കാം, അതോ നുഴഞ്ഞു വന്ന കള്ളസഹോദരന്മാർ നിമിത്തമായിരുന്നു എന്ന് വായിക്കുമ്പോൾ അത് ഒരുപക്ഷെ ആ നിലയിലുള്ള ചില സംസാരങ്ങളും പിന്നാമ്പുറത്തുള്ള ചില ഇൻഫ്ലുവൻസസും ഉണ്ടായി എന്ന് തന്നെയാണ് അവിടെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുക. എന്ന് മാത്രമല്ല, ക്രിസ്തുവിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യം ഒറ്റുനോക്കേണ്ടതിന് അത് സംഭവിക്കാൻ കാരണം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കേണ്ടതിന് നുഴഞ്ഞു വന്നിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. സുവിശേഷ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞാൻ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്കിവിടെ നല്ല ഒരു സലൂണൊക്കെ ഉണ്ട് സാറേ, ഇന്നടത്ത് ചെല്ലണം,
സാറ് പരിച്ഛേദനയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒട്ടും വേദന അറിയത്തില്ല സാറേ, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് അവിടെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ നിലയിൽ ഇൻഫ്ലുവൻസുകൾ പലതും വന്ന് കാണും. തീത്തോസ് ഇപ്പൊ അമ്പരൊക്കെ എന്തിനാ എന്നോട് രാവിലെ വന്ന് ഇതൊക്കെ പറയുന്നത്? എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തെ നിർബന്ധിക്കുന്ന നിലയിലുള്ള ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായി എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അവിടെ കാണുന്നത് ക്രിസ്തുവിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യം ഒറ്റുനോക്കേണ്ടതിന് എന്ന് നമ്മൾ വായിക്കും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം തന്നെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. നമുക്കറിയാം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, ഇനിയും അടിമനുഖത്തിൽ കുടുങ്ങരുത്, അതിൽ തന്നെ ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പീൻ എന്ന് നമ്മൾ വായിക്കുന്നതും, സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ അന്യോന്യം സ്നേഹത്തിൽ അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ എന്നുള്ളതുമൊക്കെ നമ്മൾ ഈ ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താ ഈ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർമ്മമാർഗങ്ങളിലൂടെയോ വേറെ ഏതെങ്കിലും നിലയിലല്ല, ഈ ജീവനുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്കും പാപക്ഷമയിലേക്കും നിത്യജീവന്റെ ഉറപ്പിലേക്കും കടന്നു വരാനായിട്ട് യേശു ക്രിസ്തുവിലൂടെ സാധിക്കുമെന്നുള്ളതും, എന്ന് മാത്രമല്ല മറ്റു ഏതെങ്കിലും നിലയിലുള്ള സ്ഥല, കാല, ഭക്ഷണ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു റെഗുലേഷൻസിന് പിന്നീട് കീഴ്പ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതും, ക്രിസ്തുവിൽ നാം പൂർണ്ണമായി സ്വതന്ത്രരാണെന്ന് നമ്മൾ റോമാലേഖനം 15-ാം അധ്യായം നമ്മൾ ചിന്തിച്ചപ്പോൾ അവിടെ നമ്മളിത് ചിന്തിക്കാനിടയായി തീർന്നു. നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്വാതന്ത്ര്യം അത് സഹോദരന്മാരെ സ്നേഹിക്കാനും അവരുടെ ഭാരം വഹിക്കാനും ഇടയായി തീരട്ടെ എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. അപ്പോൾ ക്രിസ്തുവിൽ എനിക്ക് എന്തിനുമുള്ള സ്വാതന്ത്ര്യം. അപ്പൊ ചിലർ നോക്കിക്കൊണ്ടിരിക്കുക, തിത്തോസിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഇവനെങ്ങനെ കൂളായിട്ടിരിക്കുന്നു, ഇവനെ അറിയാമോ അവൻ പരിച്ഛേദന ഏറ്റില്ല, അവന് ജീവിതത്തിൽ ചില കുറവുകളുണ്ട്. അപ്പം നമ്മുടെ കാലത്താണെങ്കിൽ ചില ദൂതുകളിലൂടെ ഒക്കെ വെളിപ്പെടും, ഉടനെ വെളിപ്പെടും, മകനെ വിടുകയില്ല വിടുകയില്ല എന്ന് പറഞ്ഞ് നിന്നോട് ഇങ്ങനെ പലതും പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ള ദൂത് അവിടെ വെളിപ്പെടും. ഇതുപോലൊക്കെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ, എടാ ഇവനിങ്ങനെ കൂളായിട്ടിരിക്കുന്നത് എന്താ? നമ്മളൊക്കെ പരിച്ഛേദനയേറ്റ് ദൈവകൃപയിൽ വന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനിയായി, ഇവനോ പരിച്ഛേദന ഏറ്റിട്ടില്ല, അതുകൊണ്ട് ഇവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് നമ്മുടെ വിശുദ്ധന്മാരുടെ നടുക്ക് ഇങ്ങനെ കൂളായിട്ട് പൗലോസിന്റെ വാലേ തൂങ്ങി നടക്കാൻ ഇവൻ എങ്ങനെ പറ്റുന്നു? അവരുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. കാരണം ഈ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം പൗലോസിനും തിത്തോസിനും അറിയാമെങ്കിലും ഈ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അവിടെയുള്ള ചില സഹോദരന്മാർക്ക് അറിയത്തില്ല. അപ്പോൾ ഇവരെങ്ങനെ കൂളായിട്ടിരിക്കുക, ഇങ്ങനെ ഡീൽ ചെയ്യാനായിട്ട് എങ്ങനെ കഴിയുന്നു? പരിശോധന ഏറ്റില്ലല്ലോ, അത് വലിയൊരു കുറവല്ലേ എന്നുള്ള നിലയിൽ എങ്ങനെങ്കിലും അവരെ ആത്മഭാരത്തോടെ പരിച്ഛേദന കഴിപ്പിച്ച് രക്ഷിക്കപ്പെടുത്തിക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, യെരുശലേം കൗൺസിലിൽ തന്നെ അവിടെ സംഭവിച്ച കാര്യം. ഇതൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, പത്രോസ്ലിഹ അപ്പൊ നമുക്കറിയാം 15-ന്റെ 5-ാം വാക്യം, ചില പരീക്ഷപക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്ന് കൽപ്പി. ഈ സംഗതിയെക്കുറിച്ച് വിചാരിക്കാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ്ലിഹ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, അപ്പൊ പത്രോസ്ലിഹയുടെ ആ വാക്കുകൾക്കായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. നാളെ നമ്മളത് ഗലാത്യ ലേഖനത്തിൽ എഴുതിയത് നമ്മൾ ചിന്തിക്കുമല്ലോ, അതിന് ഒരു മുന്നോടിയായിട്ട് തന്നെ നമുക്കത് ചിന്തിക്കാം. നിങ്ങൾക്കറിയാമല്ലോ, കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല എന്നവിടെ പറയാം. നമുക്കറിയാം, കൊർന്നല്യോസിന്റെ ഭവനത്തിൽ കടന്നു ചെല്ലുകയും അവിടെ കൊർന്നല്യോസിന്റെ ഭവനത്തിലുള്ളവർക്ക് പത്രോസിനെ വിളിച്ച് പ്രസംഗം കേൾക്കാനായിട്ട് വെളിപ്പാടുണ്ടാകുകയും പത്രോസ്ലിഹായ്ക്ക് തോൽക്കൊലനായ ശീമോന്റെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ചില ആളുകൾ അന്വേഷിക്കുന്ന അവരോടുകൂടെ ചെന്ന് വചനം അറിയിക്കാനായിട്ട് പത്രോസ്ലിഹായ്ക്കും ആ വെളിപ്പാടുണ്ടാകുകയും അങ്ങനെ അവിടെ കടന്നു ചെന്ന് ദൈവത്തിന്റെ വചനം അവരോട് അറിയിക്കുകയും പത്രോസ്ലിഹ ആദ്യം പ്രസംഗിക്കുന്നത് തന്നെ ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പത്രോസ് വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടി വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും
എന്ന് പറഞ്ഞ്. എത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ പത്രോസ്ലിയുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു നാഴികക്കല്ല് എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു അനുഭവം. അന്നുവരെ പത്രോസ്ലിഹ പോലും അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ പ്രസംഗിക്കുന്നത് കാണുന്നത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നിങ്ങളുടെ മോചനത്തിന് വേണ്ടി യേശുക്രിസ്തു വിശ്വസിച്ച് സ്നാനമേറ്റ്, അങ്ങനെ സ്നാനമേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ദൈവം നൽകും. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ സകല മക്കൾക്കും ദൈവമായ യഹോവ വിളിച്ചു വരുന്ന ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറയുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. എന്നാൽ ഈ ഓർഡറൊക്കെ മാറിയിട്ട് സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനെ ലഭിച്ച ഒരു സാഹചര്യം നമുക്കവിടെ കാണാം. അതിന്റെ ആ പ്രത്യേക സാഹചര്യത്തിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവത്തിന്റെ സോവറിനിറ്റി ദൈവത്തിന് എന്ത് ചെയ്യാം. എന്നാൽ തന്നെ നമുക്കവിടെ കാണാൻ കഴിയും, ജാതികൾ രക്ഷിക്കപ്പെടുകയില്ല. ജാതികൾ അങ്ങനെ രക്ഷിക്കപ്പെടണമെങ്കിൽ തന്നെ അവർ യഹൂദന്മാരായി തീർന്ന ശേഷം യഹൂദന്മാർക്കേ രക്ഷിക്കപ്പെടാൻ കഴിയുകയുള്ളൂ എന്നുള്ള മുൻധാരണ, എന്നുള്ള തെറ്റായ ധാരണ പുലർത്തിയിരുന്ന പത്രോസ്ലിഹായെയും കൂടെ ഉള്ളവർക്കിടെയും കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ദൈവം നടത്തിയ ഒരു കാര്യമാണെന്നും അവർ തന്നെ അവരുടെ വാക്കുകൊണ്ട് തന്നെ പറയുകയാണ്, നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവര് രക്ഷയിലേക്ക് വരികയില്ല എന്നാണ്. എന്നാൽ നമുക്ക് ലഭിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെ ദൈവം അവർക്ക് നൽകുക കൊണ്ട് ഇവർക്ക് വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? വിപ്ലവകരമായിട്ടുള്ള ഒരു വ്യത്യാസം അവിടെ ഉണ്ടാകും. യഹൂദന്മാരെന്ന് പറയുന്ന ഒരു ചെറിയ സെക്ട് ആൾക്കാർ മാത്രമേ ലോകത്തിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായിട്ടുള്ളൂ. ഇത് അന്ത്യം വരെയും ഇങ്ങനെ തന്നെ നിൽക്കും. ഈ രക്ഷയെന്ന് പറയുന്നത് യഹൂദന്മാർക്ക് മാത്രമുള്ള ഒരു സംഭവമാണ്, ഇത് പുറത്തേക്കെങ്ങും പോകാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള ചിന്താഗതിയിൽ അവർ മുന്നോട്ട് വന്നിരുന്നെങ്കിലും തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്, ജാതികളിൽ നിന്ന് അല്ലെങ്കിൽ പത്രോസ്ലിഹായുടെ കണ്ണു തുറപ്പിക്കത്തക്കവണ്ണം ആ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ കൂടി വന്ന ആ വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാനായിട്ട് കഴിയും, അന്നുവരെ നിലവിലിരുന്ന മതപരമായ ചിന്തകൾക്കൊക്കെ ഉപരിയായിട്ടുള്ള ഒരു പ്രസംഗമാണ് ഇവിടെ പൗലോസ്ലിഹ സുവിശേഷം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പത്രോസ്ലിഹ പ്രസംഗിക്കുന്നത്. ആ പ്രസംഗിക്കുന്നതിന്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ അവന്റെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് നീതീകരിക്കപ്പെടാൻ കഴിയുകയില്ല എന്നുള്ളതും, ദൈവം യേശുക്രിസ്തു മുഖാന്തരം അവന്റെ കാൽവരി യാഗത്തിൽ വിശ്വസിക്കുന്നവനെ ദൈവം നീതീകരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതും, ഇനി ദൈവസന്നിധിയിൽ ദൈവത്തോട് അടുക്കുവാൻ, പാപക്ഷമ പ്രാപിക്കുവാൻ ഒരുത്തന്റെ പ്രവൃത്തിയല്ല ആധാരം, അവന് പകരമായി അവന് വേണ്ടി പ്രായശ്ചിത്തമാക്കപ്പെട്ട ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് അതിന് ആധാരമെന്നും, ഈ രക്ഷ സൗജന്യമായി ലഭിക്കുന്നതാണെന്നുമുള്ള ഈ സന്ദേശം ഒരു മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. കാരണം നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം, കുറെ കൽപ്പനകള്, കുറെ ഗുണീകരണ നിയമങ്ങള്, കുറെ നന്നായി നടക്കാനുള്ള കുറെ ഹിൻസ്, ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ മനുഷ്യൻ മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ, ഇനി രക്ഷിക്കപ്പെടാൻ, ദൈവത്തെ അറിയാൻ നീ ഒന്നും ചെയ്യണ്ട, നീ ഒരു പാപിയായിരുന്നാൽ മാത്രം മതി. ആ പാപിയാണെങ്കിൽ ഈ വൈദ്യൻ വന്നിരിക്കുന്നത് ഈ പാപരോഗം ഉള്ളവർക്ക് വേണ്ടിയാണ്. നീ സൗജന്യമായി നീതീകരിക്കപ്പെടും. അങ്ങനെ നീതീകരിക്കപ്പെട്ട നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം നന്മ പ്രവർത്തികൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നിന്റെ നന്മ പ്രവർത്തി ദൈവത്തോട് അടുക്കുന്നതിന് ഒരു കാരണവശാലും അതൊരു മാനദണ്ഡമല്ല എന്നുള്ള നിലയിൽ പറയുമ്പോൾ, അത് മനുഷ്യബുദ്ധിക്ക് അന്ന് വരെയുള്ള തത്വശാസ്ത്രങ്ങളും അണ്ടർസ്റ്റാൻഡിങ്ങും വെച്ച് ഒരിക്കലും കൺസീവ് ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ഒരു സന്ദേശമായിരുന്നു എന്നുള്ളതും. എന്നാൽ ഇതിനെ ഞാൻ അറ്റസ്റ്റ് ചെയ്യുന്നു, ഇതിനെ ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ള നിലയിലുള്ള ദൈവത്തിന്റെ പക്ഷത്തു നിന്നുള്ള ഒരു വെളിപ്പെടുത്തലും ഒരു അറ്റസ്റ്റേഷനാണ് പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ നടക്കുന്നത് എന്ന് നമുക്ക് കാണാനുണ്ട്. സർവശക്തനായ ദൈവം പറയുന്നത്, ഈ പൗലോസും ഈ പത്രോസ്ലിഹായും പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ഈ സുവിശേഷത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും അതെന്റെ ആലോചനയാണെന്ന് ഞാനത് എഗ്രി ചെയ്യുന്നു എന്നുള്ള നിലയിലുള്ള ദൈവത്തിന്റെ സാക്ഷി നിൽക്കുന്ന ഒരു അനുഭവമാണ് ഈ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ അനുഭവത്തിൽ, പരിശുദ്ധാത്മാവിന്റെ ഈ അനുഭവത്തിലൂടെ അവിടെ ചെയ്യുന്നത്. നോക്കിയാട്ടെ, ഈ അനുഭവത്തെ പത്രോസ്ലിഹ ഏറ്റു പറഞ്ഞിട്ടാണ് അവിടെ അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ യെരുശലേം കൗൺസിൽ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അദ്ദേഹം അത് പറയുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ഒരു നിലയിലുള്ള ഭാരങ്ങളും അവരുടെ മേൽ ഇനി വെക്കണ്ട. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. നമുക്കോ നമ്മുടെ പിതാക്കന്മാർക്കോ ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെൽപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്?
വളരെ സ്മാർട്ടായിട്ട് പറയുന്നല്ലോ കർത്താവേ സ്തോത്രം. എത്ര കൃത്യമായിട്ട് അദ്ദേഹം ആ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു. എന്നാൽ തുടർന്ന് നമ്മൾ വായിക്കുന്ന ഭാഗത്ത് ഉള്ള ഒരു സീൻ വേറെയാ. എന്നാലും അദ്ദേഹത്തിന് കൃത്യമായ മെസ്സേജ് ദൈവം പാസ് ചെയ്തത്, ദൈവം അത് വെളിപ്പെടുത്തിയതാ. ഒരുപക്ഷെ പൗലോസ്ലീഹ ഈ ഒരു സ്വാതന്ത്ര്യത്തിൽ അത് മനസ്സിലാക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഗ്രഹിച്ച ഒരു വ്യക്തിയായിരിക്കാം പത്രോസ്ലീഹ. നോക്കിയാട്ടെ, ഞാൻ ഗലാത്യ ഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കും. അപ്പോൾ നമ്മുടെ ഇടയിലുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കാനായിട്ട് കടന്നു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമാണ് ഇത് സംഭവിച്ചത് എന്ന് അവിടെ എഴുതിയേക്ക്. അപ്പോൾ എന്താ കാരണം അവർക്കിത് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലുള്ള ചില പ്രവർത്തികളെയോ ആചാരങ്ങളെയോ അടിസ്ഥാനപ്പെടുത്താത്ത നിലയിലുള്ള ഒരു വിശ്വാസമാണ് ഈ സുവിശേഷം എന്നുള്ളത് ഇന്ന് പലർക്കും ഗ്രഹിച്ചിട്ടില്ല. ക്രിസ്ത്യാനികൾക്ക് പോലും ഗ്രഹിച്ചിട്ടില്ല, അന്നും ഗ്രഹിച്ചിട്ടില്ല. അവരിപ്പോഴും കർമാചാരങ്ങളെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. ചില ആൾക്കാർ ഇതിനെ സ്നാനത്തോട് ചേർത്ത് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കതിന് അതിൻ്റെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനുള്ള ഭാഗം 3-ാം അധ്യായത്തിലുള്ളത് കൊണ്ട് ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. രക്ഷ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നമ്മൾ പാപക്ഷമ മാത്രമല്ല രക്ഷ എന്നുള്ളത് റോമാലേഖനം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു. അത് പാപക്ഷമയുമുണ്ട്, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലുമുണ്ട്. അപ്പോൾ യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് പകരമായിട്ട് മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ എന്നിൽ ആ ഏറ്റുപറച്ചിലിന് അവിടെ എന്താണോ പ്രാധാന്യം, കാരണം ഞാൻ ഏറ്റുപറഞ്ഞത് കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടുകയല്ല, ഞാൻ ഏറ്റുപറഞ്ഞത് കൊണ്ട് ദൈവം എന്നെ ശുദ്ധീകരിക്കുകയല്ല. എന്നാൽ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത ആ പദ്ധതി എൻ്റെതാണെന്ന് ഞാൻ ഏറ്റു പറയാത്തിടത്തോളം അത് എൻ്റെതായിട്ട് തീരുന്നുമില്ല. ദൈവം ചെയ്ത ഈ വലിയ പ്രവർത്തിക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസാണ്, കർത്താവെ നീ എൻ്റെ പേർക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് കർത്താവെ മരിച്ചവരിൽ നിന്ന് ദൈവം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയും, യേശുവിനെ കർത്താവിനെ ഏറ്റുപറയുന്നു എന്നുള്ളത്. അത് ആ ഹൃദയത്തിൽ നിറഞ്ഞ വിശ്വാസത്തിന്റെ ഒരു ബഹിർസ്ഫുരണമായിട്ടാണ് ആ ഏറ്റുപറച്ചിൽ വരുന്നത്. എന്നതുപോലെ തന്നെയാണ് കാൽവരി ക്രൂശിൽ ആ കർത്താവ് മരിക്കുമ്പോൾ അവന്റെ ക്രൂശിനോട് ചേർന്ന് ഞാനും ക്രൂശിക്കപ്പെടുകയും അവന്റെ ക്രൂശിൽ ഞാൻ ഒന്നായി തീരുകയും അവന്റെ മരണം അടക്കം പുനരുത്ഥാനങ്ങളിൽ ഞാൻ ഒന്നായി തീർന്നു എന്നുള്ളതാണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിശുദ്ധീകരണത്തിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ അവന്റെ ക്രൂശിൽ നമ്മൾ ഒന്നായി തീർന്നു എന്നുള്ള സത്യം പ്രഖ്യാപിക്കുന്ന ഒരു ആക്ട് ഓഫ് ഒബീഡിയൻസാ നമ്മൾ ഈ സ്നാനം എന്ന് പറയുന്നത് എന്നുള്ളത് 6-ാം അധ്യായം റോമാലേഖനത്തിൽ നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. അല്ലാതെ ആ വെള്ളത്തിന്റെ പ്രാധാന്യമോ സ്നാനപ്പെടുത്തുന്ന ആളിന്റെ പ്രാധാന്യമോ, അല്ലെങ്കിൽ പല ആൾക്കാരും ഇത്രയൊക്കെ വിശ്വാസത്തെ പറ്റി ഇവർ കറ ചേർക്കാതെ ഇങ്ങനെ പറഞ്ഞേച്ച് ഈ സ്നാനം എന്ന് പറയുന്ന കാര്യത്തിൽ ഇങ്ങനെ അന്ധവിശ്വാസം പുലർത്താനും, രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ സ്നാനത്തിന്റെ കാര്യം ഇവരൊക്കെ പറയുന്നത് എന്നാന്നൊക്കെ ചിലപ്പോൾ അന്താളിക്കും. ആ രക്ഷയുടെ ആ നിലയിലുള്ള ഒരു ആ പ്രവൃത്തിയിലുള്ള പൂർണ്ണതയല്ല അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു പൂർണ്ണതയില്ല. എന്നാൽ അതിലൊരു വിശ്വാസം അടങ്ങിയിട്ടുണ്ട്. അത് അവനോടുകൂടെ ഞാൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസമാണ്. അതിന്റെ പ്രഖ്യാപനം മാത്രമാണ് ഞാൻ ആ വെള്ളത്തിൽ മുങ്ങി നിമഗ്നനായിട്ട് പുറത്തു വരുന്നതോടുകൂടെ ഞാൻ ചെയ്യുന്നത്. അത് വചനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കറിയാമല്ലോ, 3-ാം അധ്യായം 26-27 ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തെ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു, സ്നാനത്തിൽ നാം അവനെ ധരിച്ചിരിക്കുന്നു എന്ന് അതിനോട് ചേർത്ത് പറഞ്ഞേക്കുക. അപ്പൊ ഈ പരിച്ഛേദന പോലെ യഹൂദ കർമാചാരങ്ങൾ പോലെ ഉള്ള ഒരു കർമാചാരമാണെങ്കിൽ പിന്നെ പൗലോസ്ലീഹ 3-ാം അധ്യായം 26-27 വാക്യങ്ങൾ അത് പറയത്തില്ലല്ലോ, അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവർ ഈ പറയുന്ന സ്നാനവും, അതുകൊണ്ടൊന്നും അർത്ഥമില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനത് ഡിസ്കഷനിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നില്ല. നോക്കിയാട്ടെ. അപ്പോൾ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടത്. എന്താ ഈ സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന്? അവിടെ പല ഇന്നുള്ള ദൈവഭക്തന്മാരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ. ഇച്ചിരി കട്ടിക്കുള്ള ഇച്ചിരി ആൾക്കാരൊക്കെ പറയുക അങ്ങനല്ല ഇങ്ങനെ. ഇപ്പം ഞാനൊരു സാധാരണ ഉപദേശിയും എൻ്റെ ഒരു സൂപ്രണ്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന പത്രോസ്ലീഹ എങ്കിൽ ഞാൻ അവിടെ എങ്ങാനും മിണ്ടുവോ? ആ സാറേ അടുത്ത ആഴ്ച തൊട്ട് അങ്ങനെ പ്രസംഗിച്ചേക്കാന്നല്ലേ പറയത്തുള്ളൂ. അപ്പോൾ എന്താ പൗലോസ് പറയുന്നത്, ഈ പ്രമാണികളായിട്ട് ഉള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ക്രിസ്തുവിലുള്ള സുവിശേഷ സത്യം നിങ്ങളോടുകൂടെ അവിടെ യെരുശലേമിൽ പോയി ഞാൻ അങ്ങനെ പറഞ്ഞേച്ച് തിരിച്ച് അന്ത്യോക്യയിൽ വന്ന് അല്ലെങ്കിൽ ഗലാത്യയിൽ വന്ന് തിരിച്ചു പറയാൻ എനിക്ക് പറ്റത്തില്ല. രണ്ടിടത്ത് രണ്ട് മുഖം കാണിക്കാൻ പറ്റത്തില്ല. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ആ ഉപദേശം എനിക്കില്ല, അങ്ങനെ പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് യെരുശലേമിൽ വെച്ച് ഞാൻ പറഞ്ഞോ
അപ്പോസ്തലന്മാരുടെ മുന്നിൽ വെച്ച് പറയുകയും അവരത് അപ്രൂവ് ചെയ്യുകയും ചെയ്തു. ഞാൻ ഓടുന്നതും വെറുതെ ആയില്ല എന്ന് വരാൻ തക്കവണ്ണം വരാതിരിക്കാനായിട്ട് അവരോടത് പറഞ്ഞപ്പോൾ അവരെനിക്ക് കൂട്ടായ്മയുടെ വലങ്കൈ തരികയാണ് ചെയ്തത്. ഒരിക്കലും അവർ ഈ മെസ്സേജിനോട് എതിർത്തില്ല. അവർ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ തീരുമാനം. അത് അറിയിക്കാൻ വേണ്ടി 2 സഹോദരങ്ങളെയും കൂടെ അയക്കുക ചെയ്യുന്നത്. അവിടെ നമുക്ക് കാണാം, കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന, അത് പ്രത്യേകം നമ്മൾ കാണും, തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന. അങ്ങനെ ദൈവസഭയ്ക്ക് പ്രത്യേകിച്ചുള്ള ആ നിലയിലുള്ള ഒരു തൂണില്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു ലീഡർഷിപ്പ് അതിനുണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പൊ അന്നത്തെ ആ യെരൂശലേമിൽ യാക്കോബും കേഫാവും യോഹന്നാനുമായിരുന്നു അങ്ങനെ എണ്ണപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം, ഈ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കാനായിട്ട് അവരുടെ ഇടയിൽ കടന്നു വന്ന് ആ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്താണെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരിങ്ങനെ അത്ര ഈ കർമ്മങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഇങ്ങനെ വിശ്വാസത്തിൽ ഉറച്ചവരായിട്ട് ഇരിക്കുന്നത്, അത് അറിയാൻ വേണ്ടി നമുക്കറിയാമല്ലോ. ഈ പല ആൾക്കാരും ഈ ഉള്ളിലെ കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളോട് ചേർന്ന് നടക്കുന്നവരായിട്ട് അവർ നടിക്കും. എന്തിനാ ഈ നടിക്കുന്നത്? ഉള്ളിലുള്ള സംഗതി ഈ സോഡയ്ക്കുള്ളിൽ ഉപ്പിടുക എന്ന് പറയും ചിലപ്പോൾ. കാരണം ഒരു പരൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കൊമള പോലെ ഇങ്ങനെ ഉള്ളിലുള്ളത് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ ആ വ്യക്തിയോട് കൂടെ നിന്ന് പോസിറ്റീവായിട്ട് സംസാരിച്ചതിന് ശേഷം അവരുടെ ഉള്ളുകളിൽ കണ്ടുപിടിക്കുക. എന്നാൽ ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കേണ്ടതിന്, അപ്പം ഒരു തെറ്റായ മനസാക്ഷിയിൽ ഒറ്റുനോക്കപ്പെട്ട് ആ നിലയിൽ ഇമിറ്റേറ്റ് ചെയ്യപ്പെട്ട് ക്രിസ്തുവിലുള്ള ഒരു വെളിപ്പാട് ഉണ്ടാകാത്ത ഒരു വ്യക്തിക്ക് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്താണെന്ന് അതിന്റെ യഥാർത്ഥ നിലയിൽ അത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. അതെപ്പോഴും ഒരു തെറ്റിദ്ധാരണ എന്നുള്ള നിലയിൽ മാത്രമേ അവർക്ക് പ്രകടിപ്പിക്കുക. ഇന്നും നമുക്ക് കാണാം ക്രിസ്തീയ സമൂഹങ്ങളിൽ ഈ, കാരണം ഇവർ നോക്കുമ്പോൾ ശരിയല്ല എന്നും പറയുന്നു, അവരത് ചെയ്യുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ചില പൗലോസിനോട് പറ്റി തന്നെ ചോദിക്കുന്നയാ, ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം തല ക്ഷവരം ചെയ്യാനായിട്ട് പോയെന്ന് പറയുന്നു. അതെന്തിനാ ഈ പോയേ? അപ്പൊ ഇതുപോലുള്ള ചില സംഗതികൾ ഈ ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടും ആ ഒരു വെളിപ്പാടിലേക്ക് വരാത്തത് കൊണ്ടും ആ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. കേവലം ചില ഡൂസ് ആൻഡ് ഡോൺസ് അറിയുന്നു എന്നുള്ളതല്ലാതെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്താണെന്ന് ഗ്രഹിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ഇന്ന് സമയം പോകുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. നമുക്ക് തുടർന്ന് നാളെ നമുക്ക് ചിന്തിക്കാമല്ലോ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാനായിട്ട് അവർ കടന്നു വന്നു. എന്നാൽ ഒരു നാഴിക പോലും അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല. ഒരു നാഴിക പോലും. ഒരു ക്രിസ്തുവിനോട് ഒരു ഭക്തന്റെ ഡ്യൂട്ടിയാണ്. ഒരു നാഴിക പോലും അതിന് ഞങ്ങൾ വഴങ്ങിക്കൊടുത്തില്ല. പ്രമാണികളായിരുന്നവര് എത്ര വലിയവരായിരുന്നാലും ഞാനത് ആ നിലയിൽ കാണുന്നത്, ദൈവം എന്നോട് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തപ്പെടത്തക്കവണ്ണമുള്ള ഒരു നിലയിൽ ദൈവം എന്നോട് ഇടപെട്ടിട്ടല്ലാതെ വേറെ ആര് എന്നോട് ഇടപെട്ടാലും ആ പ്രമാണികളായവർ എനിക്ക് കൂട്ടായ്മ തന്നതല്ലാതെ അവരൊരിക്കലും അതിനോട് എതിർക്കാനോ അല്ലെങ്കിൽ അത് അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറയാനോ വന്നത്. എന്നാൽ അവരുടെ ജീവിത ശൈലി അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. യെരൂശലേമിലേക്ക് പൗലോസ് അവസാനം 3 മിശ്ര യാത്രയ്ക്ക് ശേഷം ബന്ധിക്കപ്പെടുവാനായിട്ട് ആ സമയത്ത് കടന്നു പോകുമ്പോഴും അവനോട് പറയുന്നത്, സഹോദര, ഇവിടെ ഉള്ളവരെല്ലാം ന്യായപ്രമാണ തൽപരരാകുന്നു, നീ ഇങ്ങനെ ന്യായപ്രമാണത്തിനെതിരായി പ്രസംഗിക്കുന്നു എന്ന് അവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് നീ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഈ നേർച്ചയുള്ള പുരുഷന്മാരെയും പിടിച്ചോണ്ട് പോ എന്ന് പറയുമ്പോൾ ആ അപ്പോസ്തലന്മാരുടെ അല്ലെങ്കിൽ അന്ന് യെരൂശലേമിൽ ഉണ്ടായിരുന്ന സഹോദരന്മാരുടെ മനോഭാവം എന്തായിരുന്നു? അവർക്ക് ക്രിസ്തുവിലുള്ള ഈ സ്വാതന്ത്ര്യം അറിയാമായിരുന്നു. എന്നാൽ യഹൂദന്മാരെ പ്രകോപിപ്പിക്കാതിരിക്കാനായിട്ട് ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് പൂർണ്ണമായിട്ട് എല്ലാ സാഹചര്യങ്ങളും വെളിപ്പെടുത്തുന്ന ഒരു നിലയിലല്ലായിരുന്നു അവർ ജീവിച്ചത്. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവുകയും ചെയ്തു. തുടർന്നത് പത്രോസ്ലീഹയുടെ അനുഭവത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ പൗലോസ് പറയുക, ഒരു നാഴിക പോലും ഈ സുവിശേഷത്തിന് സത്യത്തിൽ മായം ചേർക്കാൻ, അതിനോട് വെള്ളം ചേർക്കാൻ, അതിനെ അഡൾട്രേറ്റ് ചെയ്യാൻ ഉള്ള ശ്രമത്തെ എൻ്റെ കഴിവിന്റെ പരമാവധി ഇവിടെ ഇങ്ങനെ പ്രസംഗിച്ചാൽ അവിടെ നിങ്ങളുടെ അടുത്ത് വന്ന് വേറെ പ്രസംഗിക്കാൻ ഇടയായി തീരാതിരിക്കണം. അവിടെ ഇവിടെയും ലോകത്തെവിടെയും എന്നും ഇന്നും നാളെയും എന്നേക്കും ഈ ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ദൈവത്തിന്റെ വചനം അത് മാറ്റപ്പെടുവാനായിട്ട്, അത് അഡൾട്രേറ്റ് ചെയ്യാനായിട്ട്, ആ സന്ദേശം ഡൈല്യൂട്ട് ചെയ്യപ്പെടാനായിട്ട് അങ്ങനെയുള്ള ശ്രമത്തിന് ഞങ്ങൾ ഒരു നാഴിക പോലും ഞങ്ങൾ വഴങ്ങിക്കൊടുത്തില്ല. എന്നാൽ ഒരു പക്ഷേ നമുക്കറിയാമല്ലോ, ഒരു മെഡിക്കൽ റീസൺ കൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു പരിച്ഛേദന ചെയ്യേണ്ടി വന്നു, അവൻ കൃപയിൽ നിന്ന് വീണുപോയോ, അതിനുള്ള ഫ്രീഡം കൊണ്ട് നമുക്കറിയാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് അങ്ങനെ സംഭവിച്ചു,
അതിനൊക്കെ എക്സെപ്ഷൻ ഉണ്ട്, നമുക്കറിയാം. അല്ലാതെ നമ്മൾ ഇതിനെതിരെ അങ്ങനെ ശരീരത്തിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീണു എന്ന് പറയുന്നതല്ല. എന്നാൽ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ അത് ചെയ്യുമ്പോൾ അത് ആ വ്യക്തിക്ക് അത് ഇടർച്ച തന്നെയായിട്ട് തീരും, കൃപയിൽ നിന്ന് വീണു പോകുന്ന ഒരനുഭവമായിട്ട് തന്നെ തീരും എന്നുള്ളത് സത്യം. ഇത് വിവരിച്ച് വരാനായിട്ട് ഒത്തിരി ഇതുണ്ട്. ഞാൻ എന്നെ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി പറയുകയല്ല, എന്നാലും ഇന്റർനെറ്റിൽ ആത്മനിറവിന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഖത്തറിൽ 2 വർഷം മുന്നേ ഞാൻ പ്രസംഗിച്ച് ഇതേ ഗലാത്യ ലേഖനത്തിന്റെ പ്രസംഗം പാസ്റ്റർ ജയ്ദീപ് എന്ന് അടിക്കുകയാണെങ്കിൽ യൂട്യൂബിലുണ്ട്. അത് കേൾക്കാൻ ആവശ്യമുള്ള 4 മെസ്സേജസ് ഉണ്ട്. അത് 4 ദിവസമായിട്ട് ഞാൻ അവിടെ PYPയുടെ മീറ്റിങ്ങിന് പ്രസംഗിച്ച പ്രസംഗമാണ്. കേൾക്കാൻ താല്പര്യമുള്ളവർ, അധികം ഇതിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കാൻ താല്പര്യമുള്ളവർ അത് കേൾക്കണമേ എന്ന് അപേക്ഷിക്കുക. ഇന്ന് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.